പറയുമ്പോൾ നമ്മൾ വീണ്ടും ഭയമിറക്കുന്നത് ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. പക്ഷെ ദിവാകരൻ എന്നെ കണ്ട ഉടനെ എന്നോട് ചോദിച്ചത് എന്തോന്നാ ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ താലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. അതിലൂടെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും ഹർഷനും ഞങ്ങളെല്ലാം ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ജീവിച്ചു. അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്തെ കെട്ടകാലം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കും. ജാതിയുടെ മതത്തിന്റെ പ്രദേശത്തിന്റെയൊക്കെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട ശരിക്കും ഒരു മതേതര സമൂഹമായി ജീവിച്ചവരാണ് ഇവിടെയുള്ള നമ്മളെല്ലാവരും. ദിവാകരൻ ഏത് ജാതിയാണ്, ഞാൻ ഏത് ജാതിയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏത് ജാതിക്കാരാണെന്നൊന്നും ഞങ്ങളുടെ ഇളം മനസ്സുകളിൽ അതൊന്നും വന്നിട്ടില്ല. ഓണവും പെരുന്നാളും ക്രിസ്തുമസും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ചൊരു കാലം. ശ്രീ വാമദേവനെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളോട് മാത്രമല്ല, ശ്രീനിവാസൻ തോട്ടത്തിലാണ് താമസം. പക്ഷേ ഇവിടെയുള്ള നാനാജാതി മതത്തിൽ, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ കുടുംബങ്ങൾ, തൊട്ടപ്പുറത്ത് പോയാൽ നായർ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങളുമായിട്ടൊക്കെയുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ദിവാകരനും ഞാനും ഒരേ കാലഘട്ടത്തിലാണ് വിവാഹിതരായത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്തേ ഉള്ളൂ. ഞാൻ പോയി കൊച്ചിയിൽ കല്യാണം കഴിച്ചത് വലിയ ധനം ഓടിച്ചത്. അദ്ദേഹം അവിടുത്തെ ഒരു തൊഴിലാളി പ്രവർത്തകരും കൊച്ചിയിലെ ആദ്യത്തെ മേയറാണ് എന്റെ ഭാര്യ പിതാവ് കൊച്ചുണ്ണി മാസ്റ്റർ. കൊച്ചുണ്ണി മാസ്റ്ററും ശ്രീ KC വാമദേവനും ഒരേ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് കൊച്ചിയിലെ മേയർമാരായി. അതാണ് അദ്ദേഹത്തിന് ഞാൻ സ്വന്തം നാട്ടുകാരനാണ്, എന്നാലും വിവാഹത്തിന് വരാൻ സാധിക്കാത്തതിൽ കൊച്ചുണ്ണി മാസ്റ്റർ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോണിൽ പറഞ്ഞു, എന്റെ സ്വന്തം അനിയനാണ് അവിടെ വന്ന് കല്യാണം കഴിക്കും. അപ്പൊ ഞങ്ങളൊരു ദിവസം കണ്ടപ്പോ എനിക്ക് അദ്ദേഹം വീട്ടിൽ വിളിച്ച് ഞങ്ങൾക്ക് വിരുന്ന് തന്നപ്പോ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ 2 യുവ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ്, എന്നാലും അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജ്യേഷ്ഠ സഹോദരന്റേത് പോലെ